തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചതായി പരാതി. മാങ്ങാട്ടുകരയിൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളാണ് കുത്തിക്കീറി നശിപ്പിക്കുകയും കാനയിൽ എറിഞ്ഞ നിലയിലും കാണപ്പെട്ടത്. സ്ഥാനാർത്ഥിയുടെ സ്വന്തം നാട്ടിൽ തന്നെ നടന്ന അതിക്രമത്തിനെതിരെ LDF നേതൃത്വം പോലീസിനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകി. പരാജയ ഭീതി പൂണ്ടവരാണ് ഇരുട്ടിന്റെ മറവിൽ അക്രമം അഴിച്ചുവിട്ടതെന്ന് നേതാക്കൾ ആരോപിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് കണ്ടശാങ്കടവ് മുറ്റിച്ചൂർ റോഡിൽ മാങ്ങാട്ടുകര AUP സ്കൂളിന് സമീപം LDF ലോക്സഭാ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളും തോരണങ്ങളും നശിപ്പിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. ചക്കാമടത്തിൽ വേണുഗോപാലൻ, തെറ്റില്ല ചാക്കോ തുടങ്ങിയവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമികളിൽ സ്ഥാപിച്ച 10ഓളം ഫ്ലെക്സ് ബോർഡുകളാണ് നശിപ്പിച്ചിട്ടുള്ളത്. ബോർഡുകൾ നശിപ്പിച്ച് കാനയിലിട്ട നിലയിലാണ്. പലതും കുത്തിക്കീറി. ചുമരിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകളും കീറി നശിപ്പിച്ച നിലയിലാണ്. അന്തിക്കാട് പഞ്ചായത്ത് 1-ാം വാർഡിലെ 22-ാം നമ്പർ ബൂത്തിലാണ് സംഭവം. വിവരമറിഞ്ഞ് പാർട്ടി പ്രവർത്തകരും പോലീസും സ്ഥലത്തെത്തി. LDF അന്തിക്കാട് വെസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് TI ചാക്കോയുടെ നേതൃത്വത്തിൽ പോലീസിനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകി. LDF അന്തിക്കാട് വെസ്റ്റ് മേഖലാ സെക്രട്ടറി പ്രദീപ് കൊച്ചത്ത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് AV ശ്രീവത്സൻ, പഞ്ചായത്ത് അംഗം മിനി ചന്ദ്രൻ, സെക്രട്ടറി സാജൻ കൂട്ടാല തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മാങ്ങാട്ടുകര AUP സ്കൂളിനോട് വെച്ചിട്ടുള്ള 10ഓളം ബോർഡുകൾ പരാജയഭീതി പൂണ്ട കുൽസിത ശക്തികൾ ഇന്നലെ വൈകിട്ട് അത് പരക്കൻ നശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ കെട്ടിയിട്ടുള്ള തോരണങ്ങളും അതുപോലെ തന്നെ ബോർഡുകളും പ്രചരണ മാധ്യമങ്ങളെല്ലാം അവര് ഇന്നലെ വൈകുന്നേരം ഇരുട്ടിന്റെ മറവിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ പോലീസ് അധികാരികൾക്ക് പരാതി നൽകി. അത് ക്ഷണം നേരം കൊണ്ട് തന്നെ പോലീസ് വന്ന് ഇവിടെ അത് പരിശോധിക്കുകയും FR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ അന്തിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു ശത്രു വൈര്യത്തോടു കൂടി കാണുന്ന ഒരു പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ സൗഹാർദ്ദപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാറ്. പക്ഷെ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ബോർഡുകൾ നശിപ്പിച്ച് ഇതിനെ ഇലക്ഷനെ പ്രശ്നകലുഷിതമാക്കാനായിട്ടുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. പരാജയഭീതി പൂണ്ടവരാണ് ഇരുട്ടിനെ മറയാക്കി ആക്രമണം നടത്തിയതെന്ന് നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിലൂടെ തങ്ങൾ മറുപടി നൽകുമെന്നും അന്തിക്കാട് മേഖലയിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷം സുനിൽകുമാറിന് നേടിക്കൊടുക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതിഷേധിച്ച് വൈകിട്ട് മേഖലയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CCTV ന്യൂസ്, കേച്ചേരി.